Hey, hi hello guys and welcome back to my channel Stories of Ashwati Prabhagan. If you are seeing the video without subscribing it, please do subscribe and share with your family and friends. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മഷ്റൂം കറി, അതായത് കുമിൽ കറിയാണ്. കുമിൽ ചെറുങ്ങനെ നീട്ടാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ അമ്മ, അതായത് അമ്മൂമ്മ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു കറീൻ്റെ റെസിപ്പിയാണ്. അതേപോലെ എനിക്കും എൻ്റെ അച്ഛനും ഇഷ്ടപ്പെട്ടൊരു കറി റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു മുറി തേങ്ങ എടുത്ത് ചിരണ്ടി ജാറിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പിന്നെ മുളക് പൊടി അതിലേക്ക് ഇട്ടിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ, വേറെ ഏതൊരു അതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഇത്ര മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെക്കാം. ഈ വീഡിയോ ഞാൻ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് പോസ്റ്റാക്കാൻ ടൈം കിട്ടിയില്ല ഡ്യൂ ടു സം ഇഷ്യൂസ്. അപ്പോൾ ഇന്ന് ഇത് കർക്കിടക മാസത്തിൽ ഞങ്ങൾ കഴിച്ചൊരു ഫുഡായിരുന്നു. അങ്ങനെ ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 2 ഉള്ളി സവാള അതിലേക്ക് അരിഞ്ഞിട്ട് കുറച്ച് 4 പച്ചമുളകും അതിലേക്ക് കീറിയിട്ട് അത് ഒരു ഫൈൻ ഗോൾഡൻ കളർ ആവുന്നവരെ വയ്ക്കുക. ഫൈൻ ഗോൾഡൻ പറഞ്ഞാൽ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വാട്ടിക്കൊടുക്കുക. പിന്നെ ഞങ്ങൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചർ കുമിലേക്ക്, അതായത് ആ ഒരു പച്ച കുമിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ആ മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഓണിയൻ, പിന്നെ പച്ചമുളകും പച്ചമുളക്, ഇനി ഞാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്ത് പറഞ്ഞിട്ട് പൊങ്കാല ഇടണ്ട. അങ്ങനെ അതൊക്കെ ആയിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം കുമിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അവിടെ വേവിക്കാൻ വെച്ചു. ഒരു 15 മിനിറ്റ്സ് വേവിക്കാൻ വെച്ചാൽ, 15ഉം വേണ്ട 10 മിനിറ്റ്സ് വേവിക്കാൻ വെച്ചാൽ മതി. അത് നല്ല തിളച്ച് വരുമ്പോൾ കുറച്ച് പുളി അതിലേക്ക് ഇട്ട് കൊടുത്താൽ, വാളം പുളിയല്ല, മറ്റേ പുളിനീര് വരില്ലേ, ആ സാധനം കുറച്ച് ഉറ്റിച്ച് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ഓടുദോശ ഉണ്ടാക്കി. അങ്ങനെ കുമിൽ കറിയും ദോശയും കൂടി അന്ന് നൈറ്റ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.